ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ദിവസം കൂടി ഉള്ളൂ എനിക്ക് പാക്കിങ്ങിന്. ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം അയണൊക്കെ ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നോക്കി. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇത് പറഞ്ഞിട്ട് ചെയ്ത ഹാമ്പറാണ് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യും. ഞാനിത് ലാസ്റ്റ് തുറന്ന് കാണിക്കാം. ലാസ്റ്റ് അല്ല, ഈ വീഡിയോൻ്റെ ഇത് പാക്കിങ് കഴിഞ്ഞിട്ട് തുറന്ന് കാണിക്കാവേ. സൂപ്പർ ഐറ്റംസാണ്. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എന്തായാലും ഫുള്ള് എടുത്ത് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാര്യങ്ങളും കൂടി കാണിക്കാം. ഈ പിങ്ക് ടോപ്പ് മിക്കപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് എന്നുള്ളത്. ഇതാണ് അതെ, പാരീസ് ഡി ബുട്ടിക്. അവിടെ നിന്നാണ് ഈ പിങ്ക് കുർത്ത എടുത്തത് കേട്ടോ. അപ്പം ഒരുവിധം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പാക്കിങ് കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ കുറച്ച് ഒരു ജീൻസും ടോപ്പും അങ്ങനത്തെ ഡ്രസ്സുകളും കൂടി ഇപ്രാവശ്യം എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്. പക്ഷെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഉണ്ടല്ലോ, ഒരു 3 ദിവസത്തെ ട്രാവലാണ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു 10 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. കാരണം ഈ പോകുന്ന സ്ഥലത്തൊന്നും എൻ്റെ സൈസിനോ എനിക്കിഷ്ടപ്പെടുന്ന മാതിരിയുള്ള ഡ്രസ്സുകൾ കിട്ടൽ വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മാക്സിമം എനിക്കിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ ഇവിടുന്ന് എക്സ്ട്രാ കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യാറ്. ഇത് ഒരു എന്ത് പാൻറ് എന്ന് പറയുക വെച്ചത്, സ്വെറ്റ് പാൻസ്. അതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് ടോപ്പൊക്കെ ആയിട്ട്. ഇത് വാവച്ചനായി എടുത്തത്, മോനായി എടുത്തത് ആദ്യം ഇങ്ങനത്തെ ഒരെണ്ണം H&Mന്ന്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഞാനത് ഇട്ട് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ എനിക്ക് ഒരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹന്നിയും മേടിച്ചു അതുപോലത്തെ തന്നെ ഒരെണ്ണം കേട്ടോ. ഇത് ഈ ഒരു സൈഡ് ഫുള്ള് ബാഗിൻ്റെ ഡ്രസ്സ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് അണ്ടർ ഗാർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു ബോക്സ് മുഴുവനും മെഡിസിൻസാണ്. ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, എക്സ്ട്രാ മേടിച്ച് വയ്ക്കുന്നതാണ്. നമ്മളിപ്പം എന്താ പറയുക, ബാൻഡേഡ്, പിന്നെ പെയിൻ പാച്ചുകളില്ലേ ഒട്ടിക്കുന്നത്, അത്, പിന്നെ ക്യാൻഡിഡ്, പൗഡർ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കുറേ ഐറ്റംസുകൾ ഉണ്ടാവും. ഇത് കണ്ടോ, ബഡ്സ്, നസൽ സ്പ്രേ, അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ ഇതിൻ്റെ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരിക്കും. വോളിനി, പിന്നെ ഒരു സ്ട്രിപ്പ് എന്താണ് പറയുക, ഡോളോ, സിട്രിസിൻ, പിന്നെ ലോപ്പോമേഡ്, പിന്നെ നമുക്ക് ഇത് മേടിക്കണേ, എന്താണ് ആ വയറ്, എൻഡോജേർമിനയൊക്കെ നമ്മൾ കയ്യിൽ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് കൊണ്ടു നടക്കുന്നത് നല്ലതാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വയറിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടൊക്കെ വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പം അതൊരു ഇതെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് എൻ്റെ സോക്സുകളാണ്. ഇത് സോക്സിൻ്റെ ഒരു പൗച്ച്. പിന്നെ ഇങ്ങനത്തെ ടവൽസ് ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ. ഇതിൻ്റെ അകത്ത് ഫുൾ എൻ്റെ സ്ലിപ്സാണ്. ഞാൻ ഈ ഫ്രോക്ക് പോലത്തെ ഡ്രസ്സാണ് കൂടുതലും ഇടാറ്. അപ്പോൾ അതിൻ്റെ അടിയിലിടുന്ന ലോങ് സ്ലിപ്പുകളാണ്. ഞാനത് അങ്ങനത്തെ ലോങ് സ്ലിപ്സ് അധികം സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നമുക്ക് എറണാകുളത്ത് മാർക്ക് & സ്പെൻസർ എന്ന് പറയുന്ന ഷോപ്പിൽ കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെയാണേ. ഭയങ്കര സോഫ്റ്റുമാണ്, എന്നാൽ നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാനും പറ്റും. ഇത് കണ്ടോ, ഇങ്ങനത്തെ. അതിൻ്റെ ഒരുവിധം കളേഴ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതൊരു പെയർ സ്ലിപ്പേഴ്സാണ്. ഞാൻ ഒരു ഷൂസും ഒരു ഇതും എടുക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ അധികമൊന്നും ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ല, അത് വേറെ കാര്യം. പിന്നെ ഇത് എൻ്റെ ഹെയർ അക്സസറീസാണ്. ഒന്നുമില്ല, ഞാനങ്ങനെ തലയിൽ ഒരുപാട് ക്ലിപ്പും അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കുത്തുന്ന ആളൊന്നുമല്ല. കുറച്ച് ബാൻഡും ഒരു ഹെയർ സിറം ഉണ്ട് കേട്ടോ. ഇത് മാമാ എർത്തിൻ്റെയാണ്.
കുറേ നാളായിട്ട് ഞാൻ ഈ സിറം കേട്ടോ യൂസ് ചെയ്യാറ് ഹെയറിന് വേണ്ടിയിട്ട്. വേറെ സിറം ഒന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഈ പൗച്ചൊക്കെ ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരു പ്രാവശ്യം ട്രിപ്പ് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പൗച്ചുകൾ. എൻ്റെ കയ്യിലൊരു 3-4 എണ്ണം ഉണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് പോകാനായിട്ട് അടിപൊളി സാധനമാണ്. പിന്നെ ഇത് ഫുള്ള് എൻ്റെ ഓർണമെൻറ്റ്സുകളാണ്. അധികം ഓർണമെൻറ്റ്സുകളൊന്നും എടുക്കാറില്ല. പിന്നെ ഈ കൊണ്ടുപോകുന്നത് പകുതി ഞാൻ യൂസും ചെയ്യത്തില്ല, അത് വേറെ കാര്യം. ഇത് വേണ്ട, ഇങ്ങനത്തെ കുറച്ച് ഓർണമെൻറ്റ്സ്. ഞാൻ ഈ ഓർണമെൻറ്റ്സ് എല്ലാം മാക്സിമം അതിൻ്റെ ഈ കാർഡ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് തന്നെയാണ് എപ്പോഴും വെക്കാറ് കേട്ടോ. യൂസ് ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് ഇതിനകത്ത് തന്നെ ഞാൻ എടുത്ത് വയ്ക്കും. എനിക്കത് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. എന്നാലേ അത് നല്ല വൃത്തിയിൽ ഇരിക്കുകയുള്ളൂ. ഇതെല്ലാം അങ്ങനെ. ഇതൊക്കെ ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ചതാ. ഇതെനിക്ക് രമ്യാൻ്റെ മേടിച്ചയച്ചു തന്നാ അല്ലേ. അങ്ങനെയുള്ള കുറച്ച് ഓർണമെൻറ്റ്സുകൾ, ടിഷ്യൂ ബോക്സ്, ഇങ്ങനത്തെ ഒരു സാധനം എപ്പോഴും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. കുറച്ച് 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ വലിയ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നടക്കേണ്ട പൂതിയൊക്കെ മാറും. അപ്പം ഞാൻ ഈ ചെറിയ സാധനത്തിലേക്ക് തന്നെ മാറും. അപ്പം ഇത് മെയിനായിട്ടുള്ള സാധനമാണ്. എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ സ്കിൻ പ്രപ്പിനുള്ള ഐറ്റംസ് തൊട്ട് ബാക്കി എല്ലാം ഉണ്ട്. ഞാൻ സ്കിന്നിലേക്ക് വേണ്ടി അങ്ങനെ ക്രീം, ലോഷൻ ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മോയ്സ്ചറൈസറാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അത് പിന്നെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ. അല്ലാണ്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കി വയ്ക്കാൻ പറ്റുന്നതാണ്. മോക്കും ഉണ്ട് ഇങ്ങനെ ഒരെണ്ണം. ഇതൊരു ക്രോഷ്യയുടെ ഒരു ബാൻഡ്, നമ്മൾ മേക്കപ്പ് ചെയ്യണ ടൈമിൽ ഇടാനായിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ, എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുമായി. പിന്നെ ഇനിയിപ്പം അധികം സാധനങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് വെക്കാനുള്ളത് ഇതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്, ഫാമിലിയും കൂടി. ഷാജാൻ്റെ ഫ്രണ്ടായിരുന്നു, ഇപ്പം ഞങ്ങളുടെയും കൂടി ഫ്രണ്ടായി. അപ്പം രമ്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഈ ത്രോ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് സാൻഡ്രയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബൊലേറോ. ഇത് ആണോ. ഇതുപോലെ തന്നെ മോളൊരെണ്ണം അവൾക്ക് തന്നെ അവൾ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. പാറ്റേൺ പറഞ്ഞു കൊടുത്തിട്ട് അവൾ തന്നെ ചെയ്തെടുത്തു. അതൊരു ബ്ലൂ ഷെയ്ഡാണ്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ൻ്റെ തന്നെ പല പല ഷെയ്ഡ്സ് ആയിട്ടുള്ളത്. അപ്പം ഇത് ഇനി ഇതിൻ്റെ അകത്ത് കൊള്ളൂല. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞിൻ്റെ ബാഗിൻ്റെ അകത്തോട്ട് വയ്ക്കാം. ഇതൊരു 2 പൊട്ടിൻ്റെ ഒരു പാക്കറ്റും കൂടി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഹാൻഡ് ബാഗിൽ വയ്ക്കാനുള്ള ഐറ്റംസുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയറും കൂടി ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. വേറെ ഐറ്റംസുകളൊന്നും വേറെ ഒന്നും ഇല്ലല്ലോ, ഇല്ലായില്ലേ. അത് അപ്പയുടെ ബാഗിൽ വെക്കാം. ഇതൊരു പെയർ നമുക്ക് അതിൻ്റെ അകത്ത് വെക്കണോ, ഹാൻഡ് ബാഗിൽ വെക്കണോ? ഇവിടുന്ന് പോകുമ്പം അതിനകത്തുണ്ട് ഒരു പെയർ. അല്ല, അതിന് ഒരു പെയറും കൂടി വേണമെങ്കിൽ വെക്കാം. ഇത് അടയുന്നില്ല ശരിക്കും. ഇത് ഓക്കേ. അപ്പോൾ നമ്മളുടെ പെട്ടി ഓക്കെ ആയി. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യും. ഓക്കെ. എൻ്റെ ദൈവമേ, എൻ്റെ ഹാൻഡ് ബാഗ് ഇത് തന്നെയാണ്. ഇതിൻ്റെ കുട്ടി ബാഗാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് വെക്കണം, ലിൻ റോളർ ഒന്ന് വെക്കണം. ബ്ലാക്ക് ഡ്രസ്സുള്ള കാരണം കൊണ്ട്
ലിൻറോളോ ഇത് കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ വരും. ഇതൊരു ജാക്കറ്റാട്ടോ. എനിക്ക് എവിടെ നിന്നാണ് നമ്മളിത് എടുത്തത്? വെസ്റ്റ് സൈഡിൽ നിന്നല്ലേ, വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തത് ഒരെണ്ണം. ഇതൊരെണ്ണം വെക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ കയ്യിൽ പിടിക്കുന്ന ഹാൻഡ് ബാഗാണ്. ഇത് ഞാൻ ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സാണ്, ഒരു പെയർ ഡ്രസ്സാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ നമുക്ക് ഇതും കൂടിയും വയ്ക്കാം. കാരണം നാളെ വെളുപ്പിന് പോകണം. അപ്പോൾ അത് കാരണം കൊണ്ട് നാളെ ഒരു പാക്കിങ്ങും നടക്കില്ല. അപ്പോൾ എന്തൊക്കെ പാക്ക് ചെയ്യാനുണ്ടോ അതെല്ലാം തിരിച്ച് ആക്കി, എന്തൊക്കെ പാക്ക് ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മളിപ്പോഴേ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം കേട്ടോ. ഇതിനകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ചിലപ്പോൾ ഈ ബാഗ് ഞാൻ മടക്കിയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വെക്കും. കയ്യിൽ ക്യാരി ചെയ്യുന്നത് ഈ ഒരു ബാഗ് മാത്രമായിരിക്കും കേട്ടോ. ബാഗ് ആകെ ഇത് 2 എണ്ണമാണ് ഹാൻഡ് ബാഗ് എടുക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ചതാണ്. നല്ല രസമാണ് ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പം അമ്മേ ബാഗുണ്ടോ എന്ന് ചോദിക്കും ഒരാൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരെണ്ണം ഞാൻ എടുത്താണ്. പിന്നെ ഈ ബാഗ് ഉണ്ടല്ലോ, മിക്കതും ഞാൻ കയ്യിൽ പിടിച്ചിട്ടായിരിക്കും പോവുക. കാരണം ഈ നെക്ക് പില്ലോ കൊണ്ടുപോകാൻ എനിക്ക് വേണം. അത് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനമാണ് എനിക്ക് ട്രാവൽ ചെയ്യുമ്പം. അപ്പം അത് വേണം. അപ്പോൾ ഇത് റെഡിയായി. ഇതും പിന്നെ ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗും ആയിരിക്കും കയ്യിൽ പിടിക്കുന്നത്. ഹാൻഡ് ബാഗ് ഇത് ഞാനിപ്പോൾ എൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ പുതിയത് എടുത്തതാട്ടോ. ഇത് ഞാൻ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 1.5 വർഷമായി, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലേ. ഇതോ തരൂല. ഇതിൻ്റെ ഈ ബാഗ് ഉണ്ടല്ലോ, ഞാൻ നമ്മൾ ബാങ്കോക്കിൽ പോയപ്പോൾ അവിടെ നിന്ന് ഏതായിരുന്നടാ മോള്, പ്ലാറ്റിനം മോളിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിപ്പോൾ വലിയ ബാഗാണ്. ഇതിൻ്റെ ചെറുതായിട്ട്, ഇതിൻ്റെ ഏറ്റവും ചെറുത് നിൻ്റെ കയ്യിലില്ലേ, അതെടുത്താൽ മതി. അപ്പം ഇത് ഒരുപാട് ഇതുണ്ട്, സ്പേസ് ഉണ്ട് ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ സ്പേസാണ് കേട്ടോ ഈ ബാഗ്. അതായത് ഇതിൻ്റെ അകത്ത് ഞാനൊരു പൗച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. എൻ്റെ ഹാൻഡ് ബാഗിൽ എപ്പോഴും ഇങ്ങനെ ഇതും ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചതാട്ടോ. ഇങ്ങനത്തെ ഒരു 4-5 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വീട്ടിൽ സാധനം മേടിക്കാനൊക്കെ ലുലുവിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കൊണ്ടുപോകുന്നത്, ഈ ബാഗ്, ക്യാരി ബാഗ് അതുണ്ട്. പിന്നെ ഇതൊരു പൗച്ചിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും. എന്താ പറയുക, ഇതിന് എൻ്റെ നീ ക്യാപ്പ് മെയിനായിട്ടുള്ളത്. കാരണം എനിക്ക് മുട്ടിന് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും പെയിൻ വരുന്ന ഒരാളാണ്. പിന്നെ ഒരു മൗത്ത് വാഷ്, പിന്നെ എൻ്റെ ബാക്കി ഐറ്റംസുകൾ ഇതെല്ലാം ഇനി വെക്കണം. അതായത് കാർഡ്, ക്യാഷ്, ഒരു പാഡ് പൗച്ച്, പിന്നെ ഇത് ഈ ബാഗിൻ്റെ ഒരു പൗച്ചാണ്. ഇതും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസുകളും കാര്യങ്ങളും എല്ലാം വെക്കണം. ഇത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിത് സുഖമായിട്ട് നമുക്കിതിങ്ങനെ വെക്കാം. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഹാൻഡ് ബാഗിൽ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഹാൻഡ് ബാഗിൽ ഒരുപാട് ഐറ്റംസുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, അതിനെ സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, ഹാൻഡ് സ്റ്റാൻഡ്, കയ്യിൽ പിടിച്ച് നടക്കാൻ പറ്റുന്ന മാതിരിയുള്ളത്. അപ്പോൾ ഇത് മിക്കത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. ഇതെനിക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസുകളേ ഉള്ളൂ. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ്, സ്പ്രേ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളും കൂടിയൊക്കെ, ഗ്ലാസ്, സൺഗ്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസുകളും കൂടിയൊക്കെ ഇനി ഹാൻഡ് ബാഗിലുണ്ടായിരിക്കും കേട്ടോ. ഈ ബാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ, നമുക്കിതിൽ ഓരോ ഐറ്റംസുകൾ ഓരോ സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ എളുപ്പമാണ്, തപ്പണ്ട. അങ്ങനെ ഒരുപാട് വെയിറ്റ് ഇല്ല ഈ ബാഗിന്. നല്ല ബാഗാണ്. ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് കേട്ടോ. ഇതൊന്ന് ക്ലോസ് എടുത്തേടാ. നിങ്ങൾ ആരെങ്കിലും ഇനി ബാങ്കോക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ബാഗ് പർച്ചേസ് ചെയ്ത് തരാം കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. നല്ല അധികം റേറ്റൊന്നുമില്ല, പക്ഷെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും ഈ ബാഗ്. അങ്ങനത്തെ ഒരു ഐറ്റമാണിത്. അങ്ങനെ എൻ്റെ ബാഗ് പാക്കിങ് കഴിഞ്ഞു.
പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പം എപ്പോഴും കൂടെ കൊണ്ടുപോകുന്ന ഐറ്റംസുകളാണ് ഇതൊന്ന്. ഇത് പുതിയത് ഞാൻ എടുത്തതാണ് ഇന്നലെ. ഇതിൻ്റെ വേറെ ഒരു ലൈറ്റ് കളറും എൻ്റെ കയ്യിലുണ്ട്. ഈ ബാഗ് ഹാങ്ങിങ്സ് ഭയങ്കര പ്രാന്ത എനിക്ക്, കീ ചെയിൻസും. അപ്പം ക്രോഷ്യേഡിങ് ചെയ്തിടാറുണ്ട് ഞാൻ, ഇങ്ങനത്തെ ഇടാറുണ്ട് കേട്ടോ. ഇതിലുണ്ടാവും ഇങ്ങനെ സ്പേസ്, നമുക്കിതിൽ ഇങ്ങനെ ഇടാം. ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ, ഈ ബാഗ് ഹാങ്ങിങ്സ്. ഇതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇങ്ങനെ കിടന്നോളൂ ബാഗിൻ്റെ സൈഡിൽ. അപ്പം എൻ്റെ കുട്ടി ബാഗും റെഡിയായി. ഇത്രയേ ഉള്ളൂ ബാഗ് പാക്കിംഗ് ഒക്കെ. ഡ്രസ്സൊക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ അയൺ ചെയ്ത് റെഡി ആയിട്ടിരിക്കും കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് ബാഗ് പാക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ വലിയ പ്രശ്നമുള്ള ഒരു കാര്യമേ അല്ല. ഇനി ഞാൻ ആ ഹാമ്പർ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് ടിയ ചെയ്യുന്ന ഹാമ്പേഴ്സാണ്. എല്ലാ വർഷവും ടിയയുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, എനിക്ക് 1 2 ഒക്കെ വേണമെന്ന് പറയാറുണ്ട് ഹാമ്പേഴ്സ്. അങ്ങനെ ചെയ്തു തരുന്നതാണ്. ഇത് എനിക്ക് എല്ലാ വർഷവും ടിയയുടെ വക ക്രിസ്മസിന് കിട്ടുന്ന കേക്കാട്ടോ. ഇതിൻ്റെ അകത്ത് ഫുള്ള് റം ഒഴിച്ചിട്ട് ചെയ്യുന്ന കേക്കാണ്. അപ്പോൾ ഇതിപ്പം എന്താ പറയുക, നല്ല റമ്മിൻ്റെ സ്മെല്ലുണ്ടാവും. അയ്യോ, ഓപ്പൺ ആക്കാനായിട്ട് നെയിൽസ് ഇത് എല്ലാ വർഷവും ടിയ തരാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ടിയയുടെ ഹാമ്പറാണ്. ഇതിൻ്റെ അകത്തുനിന്ന് 3-4 ഐറ്റംസുകൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിപ്പോൾ നോമ്പിലാണ് നമ്മൾ. അപ്പോൾ അത് കാരണം കൊണ്ട് വൈൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അതൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. ഇത് ഇവിടെ തുറക്കാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾ ഞാനല്ല, മോളാണ്. അവൾക്ക് വേണ്ടി ഈ സാധനം മേടിച്ചേക്കുന്നത് തന്നെ. ഇതാണ് ഹാമ്പറിൻ്റെ ഒരിത് വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇത് വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പോകുന്ന ഒരു ഹാമ്പറും കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ ടിയയുടെ അടുത്ത് ഒരെണ്ണം പറഞ്ഞതാണ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഹാമ്പർ വരുന്നത്. നിങ്ങൾ ഈ ഹാമ്പറിൻ്റെ വീഡിയോ വേറെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ പറയാം, പേളി മാണി ഇതിൻ്റെ വീഡിയോ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലെന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളതിൻ്റെ യാതൊരു ഐഡിയയും എനിക്കില്ല. ഞാനത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ടിയയുടെ അടുത്ത് പറഞ്ഞു, ടിയ ഞാൻ വരാം, വീട്ടിൽ വന്നിട്ട് എനിക്കിത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരണേന്ന് പറയും. കാരണം സ്വീറ്റ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എന്തൊക്കെയാണ് സാധനങ്ങളെന്നുള്ളതൊന്നും അയച്ചു തന്നിട്ടുണ്ട് ടിയ. അതൊക്കെയാണോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എന്തൊക്കെയാന്ന് പറ. ഇത് കേക്സിക്കിൾസ്, ഗ്രീൻ ആണോ? അടിപൊളി. ഇത് ബ്രൗണി. വേണ്ട, ഇതിൻ്റെ പാക്കിംഗ് കാണാൻ നല്ല അടിപൊളിയാട്ടോ. ബ്രൗണി അടിപൊളി. ബ്രൗണി ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോണ്ണം വെച്ച്. ഇതെന്തായിരുന്നു? ബ്ലോണ്ടി ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ചോക്ലേറ്റിന്റെ മയമാണ് ഇത്. ഓപ്പൺ ആക്കൂ. കുക്കീസ്. പിന്നെ ഇതെന്തായിരുന്നു? മില്യനെയർ ഷോർട്ട് ബ്രെഡ് ആണോ? ഓപ്പൺ ആക്കി. അത് തന്നെ. ഇതൊക്കെ ജസ്റ്റ് ഒരു തുണ്ട് ട്രൈ ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഫ്രൂട്ട് കേക്കാണ്. ഇത് വേറൊരു ബോക്സും വേറൊരു ഷെയ്ഡ് ബോക്സിലും ഉണ്ടായിരുന്നു ടിയാൻറ്റിക്ക്. അപ്പം ഇത്രയും ഐറ്റംസുകളൊക്കെയാണ് ടിയയുടെ ഹാമ്പറിലുള്ളത് കേട്ടോ. താഴെ ഞാൻ കൊടുത്തേക്കാവേ. പിന്നെ നിങ്ങളുടെ ഇതിനനുസരിച്ച് അത് ചേഞ്ച് ആക്കാനും പറ്റും കേട്ടോ, ടിയ സജഷൻസൊക്കെ തന്നിട്ട്. അപ്പോൾ ഇനി നാളെ എയർപോർട്ടിൽ
പോകാനായിട്ട് റെഡി ആയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ബാഗ് പാക്കിംഗ് എല്ലാം തീർന്നു. ഞാൻ ഇങ്ങനെ ഇട്ടു കേട്ടോ ഈ നെക്കില്ലോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ തീർത്തു. ഇന്നലെ തന്നെ ഞാൻ നൈറ്റ് ചെടിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിറയെ വെള്ളം കൊടുത്തിട്ടുണ്ട്. വരുമ്പോഴത്തേനും ഒരെണ്ണം പോലും പാടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ലോഞ്ചിൽ കയറി കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇഡ്ഡലിയും സാമ്പാറും മുട്ടയൊക്കെ എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞ് 9:40 ചെല്ലാം. 9:40 കയറിയിട്ട് ഇപ്പോൾ തന്നെ 8:20 ആയി. ഇപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ ഒരാഴ്ചത്തേക്ക് ദുബായിലാണ് വന്നേക്കുന്നത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാഗൊന്നും കളക്ട് ചെയ്തിട്ടില്ല. ഇനി ബാഗ് കളക്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ബാഗ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ലഗേജൊക്കെ എടുത്തു. ഇത് കണ്ടില്ലേ, കുറേ ലഗേജ് ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്തു. ഇനി നേരെ ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം അടുത്ത ഇതിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ദുബായിയുടെ കുറച്ചും കൂടി നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ അധികം വീഡിയോസ് എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കാരണം കൊണ്ട് എങ്ങനെയാണ് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.